മട്ടൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാണ് മട്ടൻ കറി. ആദ്യമേ വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തിട്ടു, തക്കോലവും കറുവാപ്പട്ട, ഇതിലേക്ക് നമ്മൾ കറുകാപ്പട്ട ഇട്ടു, കുറച്ച് ഏലക്കയാണിത്. ഇത് തക്കോലം. തക്കോലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് അത് ഗ്രാമ്പു. ഇത് നമ്മൾ തേങ്ങ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ഇടുക. വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചതാണ്. ചൂടായിട്ടൊക്കെ വരുന്നതാണ് കണ്ണിലേക്ക് വറുത്ത്. ഇതിലേക്ക് ചെറിയുള്ളി കുറച്ച് സവാളയുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ 2-3 സവാള. ചെറിയുള്ളിയാണ് കൂടുതൽ എടുക്കുന്നത്. ഉള്ളി നല്ലപോലെ ഇട്ടാൽ ചിക്കനും മട്ടനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിന് വെച്ചാൽ ചെറിയുള്ളി കൂടുതൽ വേണം. ഇത് 1 കിലോ മട്ടനുണ്ട്. ഇതിൽ നമ്മൾ പൊടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മല്ലിപ്പൊടി. അമ്മ ഇപ്പോൾ ഇട്ടത് എന്താ? മല്ലിപ്പൊടി തന്നെ, 2 തരം മല്ലിപ്പൊടിയാണ് തോന്നുന്നല്ലേ. പിന്നെ പിന്നെന്താ കളറ്? ഇച്ചിരി മൂത്തത്, മൂക്കാത്തത്. മുളക് പൊടി എരിവുള്ളത്, എരിവില്ലാത്തത്, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. ഇതെല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തോ ഉലുവാപ്പൊടി? നല്ലത് ഉലുവാപ്പൊടി. ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യും. ഇച്ചിരി മൂപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടുന്നത്. ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴാണ് മട്ടൻ ഇടുന്നത്. ഇതിങ്ങനെ ഉള്ളിയിലിട്ട് നല്ലപോലെ ഒന്ന് മൂക്കണം പൊടികളെല്ലാം. ഇതിലേക്ക് മട്ടൻ കുടഞ്ഞിടുക. 1 കിലോ ഉണ്ട് ഇത്. ഇത് മട്ടനെല്ലാം ശരിക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടോ. എന്നിട്ട് ഇനി എന്താ ചെയ്യണമെന്ന് അടച്ചു വെക്കുക. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെക്കുക. അടച്ചു വെച്ചു. ഇത് നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ കണ്ടോ, അധികം വെള്ളമൊന്നും വാലാനില്ലായിരുന്നു. ഇനിയും ഇതിലേക്ക് നമ്മൾ നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച് കഴിയുമ്പോൾ
തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ഒഴിക്കുക. ഇനിയും കറിവേപ്പില ഇടുക അല്ലേ? തിളച്ച് കഴിയുമ്പോൾ സമയം എടുക്കാൻ മട്ടന് നല്ല വേവുള്ളതാണ്. അപ്പം കുറച്ചുകൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ല മറ്റേ അമ്മ ഇപ്പോൾ കൊണ്ടുവന്നല്ലേ. ഇനി കുറച്ച് കറിവേപ്പിലയോടെ ഇടുക. അമ്മ മെയിൻ സാധനം ഇടുന്നല്ലേ, ജാതിക്ക. അതെപ്പോഴാണ് ഇനിയും ജാതിക്ക ഇടുവാണേ. ഇതുണ്ടോ, ഇതാണ് മെയിൻ സാധനം. ഇതെന്തിനാ ഇടുന്നതെന്ന് അറിയാമോ? ജാതിക്ക ഇടുന്നത് എളുപ്പം വേകാനും പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ജാതിക്ക ഇടുമ്പോൾ. അപ്പോൾ അതാണ് മട്ടൻ്റെ ടിപ്പ്. മട്ടനും ചിക്കനും ഇടാം അല്ലേ? ചിക്കനും ഇടാം. ആ ഒരെണ്ണം അങ്ങിടും അല്ലേ? 1 കിലോയ്ക്ക് ഒരെണ്ണോ വേണം? ഇടും. ആ, 1 കിലോയ്ക്ക് 1 ജാതിക്കയുടെ ആ കുരു ഇടണം. കുറച്ചിട്ടാലും മതി. തിളച്ച് വരുന്നുണ്ട്. ജാതിക്കായും ഇട്ട്. പിന്നെ മല്ലിയെല്ലാം ഇടും. ഇനിയും ഇത് തിളച്ച് വേകുമ്പോൾ നമ്മൾ ഉപ്പും തിളയ്ക്ക് മുമ്പ് വേകുമ്പോഴല്ല, തിളച്ച് കഴിയുമ്പോൾ ഉപ്പും കായും എല്ലാം കൂടി ഇട്ട് അടച്ച് വെച്ച് ചെറിയ തീയിലോട്ടിരുന്ന് വേഗണം. ഇപ്പം ലാസ്റ്റിലെ മല്ലിയില ഇടണം അല്ലേ? എന്താ നല്ലപോലെ തിളച്ചു. അടുപ്പേ വെക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ കായ ഇടുക. പിന്നെ ഇതിലേക്ക് പാണല ഇട്ടു. പിന്നെ വഴുനയില ഇട്ടു. അമ്മ എന്ന് ഇറച്ചി വേവിച്ചാലും ചിക്കനായാലും മട്ടനായാലും പാണല ഇടും. അത് പണ്ട് മുതലേ അങ്ങനെയാണ്, പഴമക്കാരുടെ ഒരു രഹസ്യമാണത്. അതെന്താണെന്ന് ചോദിച്ചിട്ട് അമ്മയ്ക്കും അതിൻ്റെ ശരിയായ ഇതറിയില്ല. മണം വെളിയിൽ കൂടെ വരെ ഇറച്ചിയുടെ മണം ഒന്ന് കൊതി കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഒഴിച്ചത് ഉപ്പാണ്. തിളച്ച് കഴിയുമ്പോഴേ ഉപ്പിടാവും. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഇറച്ചി മസാല. അതുകൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി വെക്കുക. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ലാസ്റ്റിൽ മല്ലിയിലയോട് തൂവണം. ഇത് വേറൊരു തരം മല്ലിയിലയാണ്. അങ്ങനെ നമ്മുടെ മട്ടൻ കറി വെന്തിട്ടുണ്ട്.